സിനിമ എന്ന നിലയ്ക്ക് തന്നെ കാണുക. നമ്മൾ സൗകര്യപൂർവ്വം മറന്ന കുറച്ച് കാര്യങ്ങൾ ഇതിലൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒന്നും പറയില്ല, അടിപൊളി. എല്ലാം തിരക്കഥയാണെങ്കിലും ഡയറക്ഷൻ ആണെങ്കിലൊക്കെ ടോപ്പ് നോച്ചാണ്. കിടുക്കും. അടിപൊളി പടം, എല്ലാവരും കാണണം. അടിപൊളി എല്ലാം. തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ട മൂവിയാണ്. കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാം. അടിപൊളിയായിരുന്നു, കൊള്ളാം, നല്ല സിനിമയായിരുന്നു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. സത്യമായിട്ട് തന്നെ ഓളച്ചൊടിക്കാൻ തന്നെ കാണിച്ചിട്ടുണ്ട്. അതിനകത്ത് നരിവേട്ട എനിക്ക് ഭയങ്കര ഫീലായി. ഇന്നലെ ചെന്നൈയിലും ഏതാണ്ട് ഇതേ മോഷൻ തന്നെയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് രാവിലെ 8 മണിക്കാണ് നമ്മൾ ഇവിടെ എത്തിയത്. അപ്പോൾ ഇത്രയും ആൾക്കാരുടെ കൂടെ നിന്ന് നമ്മുടെ ഒരു എഫേർട്ട് എടുത്ത സിനിമ ഇത്രയും ക്രൗഡിൻ്റെ ഉള്ളിൽ കാണുമ്പോൾ ഉണ്ടാകുന്നൊരു മൊമെൻ്റ്, നല്ല മൊമെൻ്റാണ്. ഞാൻ ആസ്വദിക്കുന്നത്. ഈ സാധാരണക്കാരുടെ പ്രതിഷേധമായിട്ടാണ് സിനിമയെ കാണേണ്ടത്? ഇല്ല, അങ്ങനെ മാത്രമായിട്ട് എടുക്കേണ്ടതില്ല. ഒരു സിനിമ എന്ന നിലയ്ക്ക് തന്നെ കാണുക. നമ്മൾ സൗകര്യപൂർവ്വം മറന്ന കുറച്ച് കാര്യങ്ങൾ ഇതിലൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് പ്രേക്ഷകർക്ക് വിട്ടിരിക്കുകയാണ്. കുറച്ചും കൂടി റീഡിങ്ങിന് വേണ്ടി വിട്ടിരിക്കുകയാണ് പ്രേക്ഷകർക്ക്. ആൾക്കാർ കാണട്ടെ, വിലയിരുത്തട്ടെ, അഭിപ്രായങ്ങൾ പറയട്ടെ. ഈ സിനിമ കണ്ടതിന് ശേഷം പല ആൾക്കാർക്ക് മാറ്റി ചിന്തിക്കാനിട വരുന്ന രീതിയിൽ ഒരു മാറ്റി ചിന്തിക്കാനിട വരുന്ന രീതിയിൽ കാര്യങ്ങൾ എടുക്കുമെന്ന് വിചാരിക്കുന്നുണ്ട്. ഈ സിനിമ കണ്ടതിന് ശേഷം പലരുടെ അഭിപ്രായങ്ങൾ മാറാനോ അല്ലെങ്കിൽ പുതിയ തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രചോദനമാണെന്ന് വിചാരിക്കുന്നു. അങ്ങനെയൊക്കെ ആവുമെന്ന് എനിക്ക് സംശയമുണ്ട്. ഇത് നമ്മളൊരു കാര്യത്തെ അടയാളപ്പെടുത്തുകയാണ്. അത് അങ്ങനെ മാറ്റങ്ങളൊന്നും സിനിമയ്ക്ക് പെട്ടെന്നൊന്നും ഒരു സിനിമ കൊണ്ടൊന്നും നമ്മളെ സിസ്റ്റത്തിനെ മാറ്റാനൊന്നും പറ്റത്തില്ല. നമുക്ക് പറയാനുള്ളത് നമ്മൾ നമ്മുടെ ആർട്ട് ഫോർമാറ്റിൽ വെച്ച് നമ്മൾ പറയുന്നു. ഒന്നും പറയില്ല, അടിപൊളി. എല്ലാം തിരക്കഥയാണെങ്കിലും ഡയറക്ഷൻ ആണെങ്കിലൊക്കെ ടോപ്പ് നോച്ചാണ്. കിടുക്കും. തൂക്കി. ഒന്നും പറയാനില്ല, പടം കയറി കാട് പൊളിച്ച്. സൂപ്പറാണ്, അടിപൊളി. എല്ലാവരും ഒന്നൊന്നിന് വെച്ചാൽ അടിപൊളി പടം, എല്ലാവരും കാണണം. അടിപൊളി എല്ലാം. ഇത് നടന്ന സംഭവമുണ്ട്. ഇപ്പോൾ കേരള ജനതകൾ അറിയേണ്ട കാര്യങ്ങളൊക്കെ അനുരാജ് മനോഹർ എന്ന് പറഞ്ഞ ഡയറക്ടർ അറിയിച്ചിട്ടുണ്ട്. അന്ന് നടന്ന പോലീസുകാരുടെ ബുദ്ധിമുട്ടും ആ ആദിവാസികളുടെ ബുദ്ധിമുട്ടും എല്ലാം നന്നായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട്. നല്ല ഫോട്ടോഗ്രാഫി, നല്ല മ്യൂസിക്, അടിപൊളി. നല്ല പടമാണ്. ടോവിനോയുടെ അടിപൊളി അഭിനയമാണ്. എല്ലാവരും മോശമല്ല, ആരും മോശമല്ല. എല്ലാവരും തിയേറ്ററിൽ വന്ന് നരിവേട്ട കാണണം. കാരണം ഇത് തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ട മൂവിയാണ്. അപ്പോൾ OTT വരാനൊന്നും വെയിറ്റ് ചെയ്തിരിക്കരുത്, തിയേറ്ററിൽ തന്നെ വന്ന് കാണാം. കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാം. കാരണം എന്തുകൊണ്ടാണ് ഞാൻ തിയേറ്ററിൽ വന്ന് കാണണം പറഞ്ഞേ എന്നുള്ളത് നിങ്ങൾ വന്ന് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അത്രേ എനിക്ക് പറയാനുള്ളൂ. എല്ലാവരും തിയേറ്ററിൽ വന്ന് കാണാം. അടിപൊളിയായിരുന്നു, കൊള്ളാം, നല്ല സിനിമയായിരുന്നു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അടിപൊളി സിനിമയായിരുന്നു. സത്യമായിട്ട് തന്നെ ഓളച്ചൊടിക്കാൻ തന്നെ കാണിച്ചിട്ടുണ്ട്. അതിനകത്ത് ഈ സിനിമ ഇറങ്ങുമ്പോൾ അങ്ങനെ ആളുകൾ ശ്രദ്ധ കേന്ദ്രീകരിക്കാത്ത ചില രാഷ്ട്രീയ സംഭവങ്ങളുടെ ആളുകൾ ഓർക്കുമോ? തീർച്ചയായും. കാരണം എൻ്റെയൊക്കെ ഒരു സ്കൂൾ കാലത്ത് നടന്ന സംഭവങ്ങളാണ് ഇതെല്ലാം. അപ്പോൾ ഞാൻ നന്നായിട്ട് ഓർക്കുന്നുണ്ട്. ആ സമയത്ത് അദ്ദേഹത്തിന് അന്നത്തെ തലമുറയ്ക്ക് അത്യാവശ്യം നന്നായിട്ട് പത്രം വായിക്കുന്ന ശീലമൊക്കെ ഉണ്ട്. അതുകൊണ്ട് കറക്റ്റായിട്ട് റെക്ടേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പം നായാട്ട് പോലെ സിനിമയുടെ സിസ്റ്റത്തിൻ്റെ ഭാഗത്ത് നിന്നല്ലേ കഥ പറഞ്ഞിട്ടുണ്ടായിരുന്നു? തീർച്ചയായും. ഇത് ആരുടെ ഭാഗത്താണ്? ജനങ്ങളുടെ ഭാഗത്താണ്? ഇത് മനുഷ്യൻ്റെ ഭാഗത്തു നിന്ന് തന്നെ പറഞ്ഞേക്കുന്നത്. നമ്മൾ അടിസ്ഥാനപരമായ ആദിവാസികളുടെ കേരളത്തിലെ ഗോത്ര സമൂഹത്തിൻ്റെ അടിസ്ഥാനമുള്ള സത്യമായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞേക്കുന്നത്. ഇതിലിപ്പോൾ എൻ്റെ PSC ഉദ്യോഗാർത്ഥികൾ സർക്കാർ ഉദ്യോഗസ്ഥന് വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ആളുകളുടെ സങ്കടങ്ങളൊക്കെ പറയുന്നുണ്ട്. ഫസ്റ്റ് ഹാഫിൽ ടോവിനോയുടെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ അതെങ്ങനെയുണ്ടായിരുന്നു? റിലേറ്റബിൾ ആയിരുന്നോ? റിലേറ്റബിൾ തന്നെ, അത് യാഥാർത്ഥ്യമാണല്ലോ. പിന്നെ ഈ കാലത്ത് PSC ജോലി മാത്രം നോക്കിയിരുന്നിട്ടും കാര്യമില്ല. നല്ല പെർഫോമൻസ് ആയിരുന്നു. അത് മാത്രമല്ല, ഇതിൽ എൻ്റെ സുഹൃത്തുക്കളാണ് അഭിനയിച്ചിരിക്കുന്ന കുറേ ആൾക്കാരും. അതുപോലെ തന്നെ നമ്മുടെ സ്ക്രിപ്റ്റ് എഴുതിയ എൻ്റെ കോളേജിലെ സീനിയറായ അഭിചേട്ടനാണ്. ഒട്ടേറെ ചിത്രങ്ങളിൽ നമ്മെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത മീന രാജേഷാണ് നമുക്കൊപ്പം ഉള്ളത്. എങ്ങനെയുണ്ട്? നരിവേട്ട എനിക്ക് ഭയങ്കര ഫീലായി. കാരണം ഈ ഇത്തരം വിഷയത്തെ സിനിമയാക്കാൻ ധൈര്യപ്പെടുക എന്ന് പറഞ്ഞത് തന്നെ നമ്മൾ അഭിനന്ദനം കൊടുക്കേണ്ട കാര്യങ്ങളാണ്. ഇതൊരു ചരിത്ര സിനിമയല്ല കേട്ടോ. ചരിത്രത്തിൻ്റെ അംശങ്ങൾ, മനുഷ്യൻ്റെ പ്രതിരോധത്തിൻ്റെയും പോരാട്ടത്തിൻ്റെയും ജീവിക്കാനുള്ള അവകാശത്തിന് വേണ്ടിയുള്ള സമരത്തേക്ക് പറയാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞിട്ട് ധൈര്യം വേണം. അപ്പോൾ അത് പ്രത്യേകിച്ച് കാരണം അത് ഏത് തരത്തിൽ ബാധിക്കുമെന്ന് അറിയാൻ പാടും. അപ്പോൾ എൻ്റെ ആദ്യത്തെ അഭിനന്ദനം ഈ സിനിമയാക്കിയ പ്രൊഡ്യൂസറോടാണ്. കാരണം ഇതിനൊക്കെ പണം മുടക്കാൻ തയ്യാറാകണമെങ്കിൽ അതൊരു ധൈര്യമാണ്. പിന്നെ നന്നായി രചന നന്നായിട്ടുണ്ട്, സംവിധാനം നന്നായിട്ടുണ്ട്, ആക്ടിങ് ഒരാളെയും നമുക്ക് കുറ്റം പറയാൻ കഴിയില്ല. എല്ലാവരും ഇപ്പോൾ പോലീസ് ഓഫീസറായിട്ട് വന്ന ചേരൻ,
ടോവിനോ നമുക്ക് അറിയാവുന്ന നടനാണല്ലോ. പിന്നെ പുതുതായിട്ട് വന്ന ആര്യ, CK ജാനുവാണെന്ന് നമുക്ക് മനസ്സിലാവും. അവർ പേര് മാറ്റിയാണ് പറയുന്നത്. CK ജാനുവിൻ്റെ അതേ രൂപത്തിലൊക്കെ ചെയ്ത ആര്യ ഗംഭീരമുണ്ട്. പിന്നെ അന്നത്തെ മുത്തങ്ങ സമരത്തിൻ്റെ പശ്ചാത്തലമാണെന്ന് നമുക്കറിയാം. അതിൽ മരിച്ച ജോഗി, അത് ആ വേഷം ചെയ്ത താമി, ഇത് ഗംഭീരമായിട്ടുണ്ട്. എല്ലാവരും പടം നന്നായി, ഭയങ്കര ഫീലായി. ഇപ്പം എൻ്റെ കൂടെ വന്ന് എൻ്റെ മക്കളൊക്കെ ഇരുന്ന് കരഞ്ഞു പടങ്ങൾ. അപ്പോൾ അവരെ വേദനിപ്പിക്കുന്നുണ്ട്. ഇതൊരു വേദനിപ്പിക്കേണ്ട ചരിത്രം കൂടിയാണ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.